ഹലോ, ഇന്നൊരു മോര് കാച്ചുന്ന വീഡിയോ ആണ്. എൻ്റേതായ രീതിയിൽ ഞാൻ കാച്ചുന്നൊരു വീഡിയോ ആണ്. നല്ല അടിപൊളി മോരാണ്. ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ മോര് തയ്യാറാക്കാനായിട്ട് ഞാൻ അത് തൈരെടുത്തുനിന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിന് ആവശ്യമായിട്ടുള്ളത് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ ഒന്ന് തിരികെ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു നുള്ള് ജീരകം, ഇതുപോലെ ഒരു നുള്ളി ജീരകം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 കതപ്പ് കറിവേപ്പിലയാണ്. അതുകൂടെ നമുക്കിതൊന്ന് ഉരിഞ്ഞിട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ അരപ്പ് നമ്മൾ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മോരിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് മോരിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറൊന്ന് അതൊന്ന് കഴുകി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിക്കനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒട്ടും പുളി ഇല്ലെങ്കിൽ മോരിന് വലിയ ടേസ്റ്റ് കാണത്തില്ല. അന്നേരം അതിനനുസരിച്ച് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മോരും അരപ്പായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അടുപ്പൊന്ന് ഓൺ ചെയ്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മോര് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം തീ വെച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ തവി ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ അതിൽ നിന്ന് പുക പറക്കുന്ന ടൈം വരെ നമുക്കിതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ ഇതിലേക്ക് 2 കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. മോരൊന്ന് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഒരു ടീസ്പൂൺ ഉലുവാപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കായപ്പൊടിയാണ്. അത് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി നല്ല രീതിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഓരോന്നും ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല രീതിയിൽ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കേണ്ടത്. ഇതിപ്പോൾ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തവി പൊക്കുമ്പോൾ അവിടെ പുകയൊക്കെ പറക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാന് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് കടുക് വറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ല രീതിയിലൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചി, കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ നമുക്ക് നമ്മുടെ ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അത് ചൂടോടെ തന്നെ നമുക്ക് നമ്മുടെ ഈ മോരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മോര് കറി ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ, താങ്ക് യു.